ഹായ്, വെൽക്കം ബാക്ക് ടു SVS ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഈന്തപ്പഴം കൊണ്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈന്തപ്പഴം കഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ ഈന്തപ്പഴത്തിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ആ ഞെടുപ്പ് ഒന്ന് അടർത്തിയെടുക്കാം. എന്നിട്ടൊരു അല്പം വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതായപ്പോൾ അടർത്തിയെടുത്ത് നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു സ്പ്രൈറ്റ് ബോട്ടിലേക്ക് സ്പ്രേ പെയിന്റ് അടിച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഇതുപോലെ ത്രെഡ് ആക്കി എടുക്കാം. അല്പം ഫെവിക്കോളും വെള്ളവും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അതിലേക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് ചെറുതായിട്ട് മുക്കിയിട്ട് കയ്യിലിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ത്രെഡായിട്ട് കിട്ടും. ഇനി നമുക്ക് ബോട്ടിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ബോട്ടിലൊന്ന് പെയിന്റ് ചെയ്തുകൂടി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ തീർന്നിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. ബോട്ടിൽ വെക്കാനുള്ള ഫ്ലവർ കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ കരിവേപ്പിലയുടെ തണ്ടാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈന്തപ്പഴത്തിൻ്റെ ഈ ഞെടുപ്പ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഇത് ബോട്ടിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഒട്ടിച്ചു കൊടുക്കാം. പ്രവാസികളൊക്കെ തീർച്ചയായിട്ടും ഫ്രഷ് ആയിട്ടുള്ള ഈന്തപ്പഴം കിട്ടുമ്പോൾ ഈ ആർട്ടൊന്ന് ചെയ്ത് നോക്കണം. ഇതാ ഇപ്പോൾ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ കൊച്ചു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കണ്ടവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, സൂര്യ വിജേഷ്.